ഹലോ, നമസ്കാരം. സൗദിയിൽ മരുഭൂമിയിലെ മരുപ്പച്ചയുള്ളൊരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. കുറച്ച് മാവുകളും മാമ്പഴവും നാരകവും ഈന്തപ്പനയും പിന്നെ കുറച്ച് ആടുകളും ഒക്കെ ആയിട്ട് ഞങ്ങളവിടെ ചെന്നപ്പം മാവും തോട്ടത്തിൽ മാങ്ങയൊക്കെ ഏകദേശം തീരാറായിരുന്നു. എന്നാലും കുറച്ച് മാമ്പഴമൊക്കെ ഞങ്ങൾക്കും കിട്ടി. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. അതുകൊണ്ട് വീഡിയോ പിടിക്കാനൊക്കെ കാണാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും നിങ്ങളെ കാണിച്ചു തരാം. അവിടെ ഞങ്ങൾ ചെന്നപ്പം കുറേ ആടുകളെ ഇങ്ങനെ മുള്ളുവേലി പോലെ കമ്പിവേലി പോലെ ഇട്ടിട്ട് അതിനകത്ത് ഇട്ട് വളർത്തുന്നു. നല്ല കറുത്ത ആടുകൾ, കുറേ ആടുകൾ. ഞങ്ങളെ കണ്ടതും പേടിച്ച് അകത്തോട്ട് കയറിപ്പോയി. പിന്നെ ഇവർക്ക് അതിനെ അടുത്ത് കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളവിടെ ഉണങ്ങി അവർക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുറച്ച് തീറ്റപ്പുല്ലുണ്ടായിരുന്നു. അതെടുത്ത് ഞങ്ങൾ കാണിച്ചപ്പോഴത്തേക്കും പിന്നെ അവരെല്ലാവരും കൂടെ ഇറങ്ങി വന്ന് ഞങ്ങൾ അവർക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത്. ഇങ്ങനെ നമ്മുടെ വീട്ടിലും ആടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ആടുകളെയൊക്കെ കാണുമ്പോഴൊക്കെ ഇവർക്കായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പുതിയ കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതുങ്ങളെയൊക്കെ കണ്ട് അവർക്ക് തീറ്റയൊക്കെ കൊടുത്ത്. അവർ വിശന്നിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു. ഭക്ഷണം കാണിച്ചവിടെ അവർ ഓടി വന്നു. അത് ഇങ്ങനെ ഒരു ടയർ മുറിച്ചിട്ട് അവർക്ക് തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതിലോട്ട് തീറ്റ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ അതിനകത്ത് തന്നെ വെള്ളവും വയ്ക്കുന്നു, വേറൊരു പാത്രത്തിൽ. അപ്പം അങ്ങനെ അവർ തിന്ന് വെള്ളം കുടിച്ച് അതിനകത്ത് തന്നെ കിടക്കുന്നു. ഈന്തപ്പനയൊക്കെ ഉള്ളതുകൊണ്ട് തണലൊക്കെ ഉണ്ട്. അങ്ങനെ അവരെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു. കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കുന്ന പുല്ല്, നട്ട് വളർത്തുന്ന പുല്ല്, അത് ഉണങ്ങി സ്റ്റഫ് ചെയ്തിട്ട് കെട്ടി സൂക്ഷിക്കുക ചെയ്യുന്നത്. അത് ഇവർ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അവിടെ കുറച്ച് കിടക്കുന്നതുണ്ട്. അത് അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. അത് നമ്മുടെ നാട്ടിലൊക്കെ വൈക്കോലൊക്കെ ഉണങ്ങി സൂക്ഷിക്കുന്നത് പോലെ വെച്ചിരിക്കുക. ഇത് ചതുരക്കട്ടയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്, സ്ക്വയർ ഷേപ്പിൽ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് എടുത്ത് കൊടുത്തു. നല്ല ഉണങ്ങിയിരിക്കുക. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് വീഴും. ചതുര കഷ്ണത്തിലിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് അവർ തിന്നുന്നത്. അത് തിന്ന് വെള്ളവും കുടിച്ച് അവരതിനകത്ത് ജീവിക്കുന്നു. അവർക്ക് കഴിക്കാനുള്ള ആടുകളാണെന്ന് തോന്നുന്നു ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആടുകളെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു. വീട്ടിലും ആടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആടുകളെയൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം. ഞങ്ങളുടെ വീട്ടിലുള്ള ആടുകൾ വെളുത്ത ആടുകളായിരുന്നു, വെള്ള കളറിൽ. ഒരാളെ അഴിച്ചു വിടുമ്പോഴത്തേക്ക് എല്ലാവരും ഓടി വരുമായിരുന്നു. അതുപോലെ തന്നെ ഇവരും ഒരാളങ്ങ് കയറിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങ് കയറിപ്പോകും. വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങി വരും. അങ്ങനെ അവരുടെ തീറ്റത്തൊട്ടിയിലോട്ട് ഞാൻ ആ തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങളവിടെ നിന്ന് പോന്നു.